പാലക്കാട് ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് കൽക്കുളം ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തെയാണ്. പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ കുത്തന്നൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പുരാതനമായ ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 2016 ഒരു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനരുദ്ധരിച്ച് ക്ഷേത്രത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചു. ഈ ക്ഷേത്രത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ശത്രുഘ്ന സ്വാമിയുടെ ഭാവത്തിലാണ് ആരാധിച്ചു പോരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ചരിത്രവും ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നു തന്നെ അറിയാം. നമസ്കാരം. ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കൽക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന നാലമ്പല ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാന ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാലത്തെ പഴക്കം ഉണ്ടായ ക്ഷേത്രം, അതിന്റെ ചരിത്രവും ബാക്കി ഇതിന്റെ ഐതിഹ്യങ്ങളും ഒന്ന് പ്രേക്ഷകർക്കായി ഒന്ന് വിശദീകരിച്ചു. ടിപ്പു സുൽത്താന്റെ കാലത്ത്, പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് കേട്ട അറിവ്. 2016 വരെ ഈ ദേശവാസികൾക്ക് പല അനിഷ്ടങ്ങളും ഉണ്ടായി, പല ദുർമരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ള അമ്പലത്തിൽ ജലപ്രശ്നം വെച്ചപ്പോഴാണ് ഇത് ശരിയാക്കിയാലൂടെ ഈ ഏരിയ ശരിയാവുള്ളൂ എന്ന് പറയുന്നത്. അതുപ്രകാരം 2016 ഞങ്ങളൊരു ദേശീയ കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കി. എന്നിട്ട് പുനരുദ്ധാരണത്തിൻ്റെ പരിപാടികൾ തുടങ്ങി. 2017 പുനഃപ്രതിഷ്ഠ നടത്തി. വരുന്നുണ്ട്, നിത്യപൂജയായിട്ട് നടത്തി വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ ദുർമരണങ്ങളൊന്നും കേട്ടിട്ടില്ല. വളരെ സൈലൻ്റായി പോകുന്നുണ്ട്. മറ്റു വിശേഷപ്പെട്ട ദിവസങ്ങൾ അതുപോലെ ഐതിഹ്യങ്ങളും കുറെ ഉണ്ട്. ചരിത്രപരമായിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള രേഖകളൊന്നും തന്നെ ഉണ്ടാവണമെന്നില്ല. പൂർവികര് പറഞ്ഞ അറിവുകളാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാവുക. അപ്പൊ ആ അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്? ഞങ്ങൾ പ്രതിഷ്ഠാദിനം നടത്താറുണ്ട്, എല്ലാ വർഷവും ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. ബാക്കി കർക്കിടക മാസത്തിന് നാലമ്പല ദർശനത്തിന്റെ സൗകര്യം ഒരുക്കുന്നുണ്ട്. 3 വർഷങ്ങളെ അപേക്ഷിച്ചപ്പോൾ ഒരു പുനരുദ്ധാരണം കഴിഞ്ഞതാണ്. അതിനുശേഷം ഭക്തജന തിരക്ക് കൂടാൻ തുടങ്ങിയത് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള അറിവ് മറ്റു ദേശവാസികൾക്ക് കൂടി അറിയുമ്പോഴാണല്ലോ കൂടുതൽ ഭക്തജനങ്ങൾ. അപ്പോ ഈ കർക്കിടക മാസത്തിൽ നിങ്ങളിപ്പോ ഭക്തജന തിരക്ക് കൂടും. അപ്പോ ഈ കർക്കിടക മാസത്തിൽ അന്നദാനം അങ്ങനെ കഴിഞ്ഞ വർഷം തൊട്ടിട്ടാണ് തുടങ്ങിയത്. 2023 ചുരുങ്ങിയ ഒരു 75,000 പേരെങ്കിലും തൊഴുതു പോയിട്ടുണ്ടാവും. നമ്മളെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മുന്നത്തെ വർഷം കുഴപ്പമില്ല, 19,000 പേരോളം വന്നിട്ടുണ്ടായിരുന്നു 22. പിന്നെ അതിന് മുമ്പുള്ള വർഷങ്ങളിലൊന്നും കൊറോണ ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. നാട്ടുകാരുടെയൊക്കെ എല്ലാവരും നല്ല സഹകരണമാണ്, നല്ല സഹകരണത്തോടെ നടക്കുന്നു. പ്രധാന വഴിപാടുകൾ അതുപോലെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ, ശത്രു സംഹാരം ചെയ്യാറുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ഒരു 100 ഗണപതി ഹോമങ്ങളും വരാറുണ്ട്, ഇവിടെ ചെയ്യാറുണ്ട്. കൂട്ട ഗണപതി ഹോമം നടത്താറുണ്ട്. ബാക്കി പ്രത്യേകിച്ച് പാൽപ്പായസം രാവിലെ എല്ലാ ദിവസവും വെച്ച് പൂജ നടത്താറുണ്ട്. എല്ലാ ദിവസവും 5:30 അമ്പലം തുറക്കും. നിത്യപൂജയായിട്ടുള്ള അമ്പലമാണ്. പാൽപ്പായസം വെച്ച മെയിനായിട്ടുള്ള ഇവിടുത്തെ പ്രസാദം പാൽപ്പായസമാണ്. വെച്ച് പൂജിക്കാറുണ്ട്. നിവേദ്യമുണ്ട്. വൈകുന്നേരത്ത് അവൽ പൂജയാണ്. 2 നേരവും തുറന്ന് പൂജിക്കുന്ന അമ്പലമാണ്. സമയം കാലത്ത് 5:30 to 8, വൈകുന്നേരത്ത് 5:30 to 7:30. കർക്കിടക മാസത്തിൽ വ്യത്യാസമുണ്ട്. 5:30 to 1 മണി വരെ ഉണ്ട്. വൈകുന്നേരത്ത് ഇതുപോലെ 4 to 8 മണി വരെ ഉണ്ട്. വിനായകനാണ് ഉപദേവത. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൊഴാനായിട്ട് വന്നപ്പോഴേ ചെറിയൊരു എന്താ പറയാ, അവർക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. പല ആൾക്കാരും തിരുവില്ലാമലയിൽ പോയി നേരെ ഇവിടെ വന്ന് എന്നിട്ട് വരകെടുത്ത് പോയി തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് പ്രസാദം ഇട്ട് കഴിച്ചിട്ട് പോയിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല, ആദ്യം നമ്മൾ തിരുവില്ലാമലയിൽ പോയി വരകെടുത്ത് പോയി അവസാനം ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ് പ്രസാദം ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
കുറച്ച് പേർക്ക് അങ്ങനെ അറിയാതെ അവർക്ക് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ വന്നിട്ട് വീണ്ടും തിരിച്ച് നമുക്ക് വന്നിട്ട് പോകുന്നതാണ്. ക്ഷേത്ര ദർശനത്തിന്റെ ക്രമം അറിയാത്ത കാരണമാണ്. ഈ കർക്കിടക പുണ്യകാലത്ത് ദിവസം കൊണ്ട് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ ദർശിക്കാൻ കഴിയുന്ന പാലക്കാട് ജില്ലയിലെ നാലമ്പല ദർശനം ഓരോ ഭക്തർക്കും വളരെയധികം വ്യത്യസ്തമായ ഒരു അനുഭൂതി തന്നെയാണ് നൽകുക എന്നതിൽ ഒരു സംശയവും വേണ്ട. ദശരഥപുത്രന്മാരുടെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.